2024 തുടങ്ങിയിട്ട് ഇപ്പൊ 6 മാസം കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് മലയാളത്തിൽ നിന്നും ആകെ ഹിറ്റായത് വെറും 2 സിനിമകളാണ്. പക്ഷെ ഇത്തവണ കണക്കതല്ല. ഈ ജൂൺ കഴിയുമ്പോഴേക്ക് കഴിഞ്ഞ വർഷത്തെ 2 ഹിറ്റ് എന്ന കണക്ക് 5 ഇരട്ടിയാണ്. പോരാത്തതിന് 2023 മൊത്ത ഹിറ്റുകളുടെ എണ്ണം നോക്കിയാൽ അതിന്റെയും ഇരട്ടിയാണ് വെറും 6 മാസം കൊണ്ട് 2024 നേടിയത്. ചുരുക്കി പറഞ്ഞ കഴിഞ്ഞ വർഷത്തിന്റെ ഇരട്ടി വിജയമാണ് ഈ വർഷം പകുതിയായപ്പോഴേക്കും മോളിവുഡ് എത്തിപ്പിടിച്ചതെന്ന് പറയാം. ഇതിനോടകം മോളിവുഡിനെ 1000 കോടി കടത്തിയ ആ ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. അവർക്കെന്തും പറയാലോ. നീണ്ട 26 വർഷങ്ങൾക്ക് ശേഷമാണ് ഇടുക്കി ഡാം എന്ന് തുറക്കാൻ പോകുന്നത്. ഞാനും താനുമെല്ലാം ഒരേ തൂവൽ പക്ഷികളാണ്. ഇടി സത്യം പറഞ്ഞ അന്ന് കല്യാണ വീട്ടിൽ വെച്ച് കണ്ടത് മുതൽ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഭ്രമയുഗ, കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. മഞ്ഞുമല്ല ടീംസാ, മഞ്ഞുമല്ല ടീംസാ. अंदर से कोई बाहर ना जा सके. നീ എഴുതിയത് എനിക്കൊരു സിനിമ കാണുന്ന പോലെ കാണാൻ പറ്റുന്നുണ്ട്. നീ നാടകത്തിൽ നിൽക്കേണ്ട ആളല്ല. ഗുരുവായൂർ അമ്പല നടയിൽ ഗുരു വായൂർ അമ്പല നടയിൽ എന്നാ ജോസാടാ? ആള് സ്ട്രെയിറ്റാ. അവന്റെ പ്രായത്തിൽ നമ്മൾ തന്നെ മോശമായിരുന്നു. 12 കൊള്ളിട്ടാലും ബെറ്റർ ആവത്തേനെ. 2023 ആദ്യ ഹിറ്റ് രോമാഞ്ചമായിരുന്നു. ജിത്തു മാധവന്റെ സംവിധാനത്തിലെത്തിയ ഈ ഹൊറർ കോമഡി ചിത്രം ഓജോ ബോർഡും അഭിരാമി എന്ന പ്രേതവുമൊക്കെയായി പ്രേക്ഷകരെ പേടിപ്പിച്ച് ചിരിപ്പിച്ച ഒന്നായിരുന്നു. പിന്നീട് മെയിൽ വന്ന 2018 എവരിവൺ ഈസ് എ ഹീറോ ആയിരുന്നു ആ വർഷത്തെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ. കേരളത്തിലെ പ്രളയത്തെ ബേസ് ചെയ്ത ചിത്രം ബോക്സ് ഓഫീസ് കളക്ഷനിൽ വലിയ കുതിപ്പാണ് ഉണ്ടാക്കിയത്. 2023 പകുതിയിലെ ഈ ഹിറ്റ് ലിസ്റ്റിൽ ഈ 2 ചിത്രങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി 2024 വരുമ്പോൾ ഹിറ്റുകളുടെ തുടക്കം ജയറാമിന്റെ എബ്രഹാം ഓസ്ലറിൽ നിന്നായിരുന്നു. മമ്മൂക്ക ഗസ്ട്രോളിലെത്തിയ മിഥുൻ മാനുവൽ തോമസിന്റെ ഈ ചിത്രം പ്രണയവും സീരിയസ് കില്ലിങ്ങും ഇൻവെസ്റ്റിഗേഷനും എല്ലാം പറഞ്ഞു പോകുന്നതായിരുന്നു. മമ്മൂക്കയുടെ ഗസ്ട്രോളിനും ഈ ചിത്രത്തിന്റെ വിജയത്തിൽ വലിയ പങ്കാണുള്ളത്. ഓസ്ലറിന് പിന്നാലെ ബോക്സ് ഓഫീസ് കൈയടക്കിയത് യുവതാരങ്ങൾ ഒന്നിച്ച ഗിരീഷേരിയുടെ പ്രേമലുവായിരുന്നു. നസ്ലിനും മമിതയും ചേർന്നാണ് ഈ വർഷത്തെ ആദ്യത്തെ 100 കോടി സ്വന്തമാക്കിയത്. മലയാളത്തിൽ മാത്രമല്ല, ചിത്രം തമിഴിലും തെലുങ്കിലും ഹിറ്റായിരുന്നു. മോളിവുഡിലെ എക്കാലത്തെയും കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ ടോപ്പ് 10 ലിസ്റ്റിലും ചിത്രം കയറിപ്പറ്റി. മമ്മൂക്കയിലെ നടന്റെ ഇന്നേവരെ കാണാത്ത ഭാവങ്ങൾ പുറത്തെടുത്ത് കാണുന്ന പ്രേക്ഷകരെ പോലും ഒരു ലൂപ്പിൽ തളച്ചിട്ട് ഹിറ്റാക്കിയ ചിത്രമായിരുന്നു രാഹുൽ സദാശിവന്റെ ഭ്രമയുഗം. വെറും 5 താരങ്ങൾ വേഷമിട്ട ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം മോളിവുഡിന്റെ ഒരു നാഴികക്കല്ല് തന്നെയായിരുന്നു. ഫെബ്രുവരിയിൽ തന്നെ വന്ന് മോളിവുഡിന്റെ സീൻ മാറ്റിയ മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു ഈ വർഷത്തെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ. യഥാർത്ഥ സംഭവം സിനിമയാക്കിയപ്പോൾ സുഷിൻ പറഞ്ഞ പോലെ സീൻ മാറി ബോക്സ് ഓഫീസിൽ ഇന്നേ വരെ കാണാത്ത സ്പീഡിലായിരുന്നു കളക്ഷന്റെ പോക്ക്. ചിദംബരം ഒരുക്കിയ ഈ ചിത്രമാണ് മലയാളത്തിൽ നിന്നും ആദ്യമായി 200 കോടി കടന്ന ആദ്യത്തെ ചിത്രം. പ്രഖ്യാപനം മുതൽ ചർച്ചയാ പൃഥ്വിരാജ് ബ്ലസ്സി കൂട്ടുകെട്ടിലെ ആടുജീവിതമാണ് അടുത്ത ഹിറ്റ്. ബെന്യാമിന്റെ നോവൽ സിനിമയാക്കിയപ്പോൾ കിട്ടിയത് മോളിവുഡിനെ ഇന്റർനാഷണൽ ലെവലിൽ എത്തിക്കുന്ന തരം ക്വാളിറ്റി ചിത്രമായിരുന്നു. അതിനായുള്ള പൃഥ്വിരാജിന്റെ ട്രാൻസ്ഫോർമേഷനും ടീമിന്റെ യാത്രയും ഒക്കെ വലിയ ചർച്ചയുമായിരുന്നു. റീ ഇൻട്രൊഡ്യൂസിംഗ് ഫഫ എന്ന പേരിലെത്തിയ ജിത്തു മാധവന്റെ ആവേശം ശരിക്കും മോളിവുഡിന്റെ അഹങ്കാരമായി മാറിയിരുന്നു. ഫഹദിന്റെ രംഗണ്ണ എന്ന ക്യാരക്ടറും സ്റ്റൈലും പാട്ടുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൻ ട്രെൻഡിങ്ങുമായി. അടുത്ത ഹിറ്റ് ധ്യാനും പ്രണവും ഒന്നിച്ചെത്തിയ വിനീതിന്റെ വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. വലിയ താരനിര ഒന്നിച്ച ചിത്രം പഴയകാല സിനിമാക്കാരുടെ കഥ പറയുന്നതായിരുന്നു. തിയേറ്ററിൽ ഹിറ്റായ ചിത്രം പക്ഷേ അടുത്തിടെ OTT എത്തിയപ്പോൾ കുറച്ച് ട്രോളുകൾക്കിരയായിരുന്നു. പൃഥ്വി, നിഖില, ബേസിൽ, അനശ്വര തുടങ്ങി പുതിയ കോംബോകളുമായി എത്തിയ ഗുരുവായൂർ അമ്പല നടയിലായിരുന്നു ലിസ്റ്റിലെ അടുത്ത ഹിറ്റ്. വിപിൻ ദാസിന്റെ സിനിമയും പാട്ടുകളും അതിന്റെ സെറ്റും ഒക്കെ സിനിമയ്ക്കൊപ്പം തന്നെ ഹിറ്റായി മാറിയിരുന്നു. ഫുൾ ഓൺ ആക്ഷനിലെത്തി മമ്മൂക്ക ഹിറ്റാക്കിയ അടുത്ത ചിത്രമാണ് വൈശാഖിന്റെ ടെർബോ. കൂടാതെ ഈ വർഷം പകുതിയിലെ ലാസ്റ്റ് ഹിറ്റാണ് തലവൻ. ഫീൽ ഗുഡ് സിനിമകളിൽ നിന്നും ട്രാക്ക് മാറ്റിപ്പിടിച്ച് ജിസ്ജോ എത്തിയപ്പോൾ അതും 2024 ഹിറ്റ് ലിസ്റ്റിലെത്തി. പണ്ടേ ഹിറ്റ് കോംബോ ആയിരുന്ന ബിജു മേനോൻ ആസിഫ് അലി കോംബോ വീണ്ടും ഒന്നിച്ച ചിത്രം കൂടിയായിരുന്നു അത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.